നമ്മുടെ ലൈഫിലെ നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം, ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ മക്കളാണ്. കുട്ടികളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ്, അത്ഭുതമാണ്. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും കുട്ടികൾക്ക് ചില സമയത്ത് ഭയങ്കര വികൃതിയായിരിക്കും, ഭയങ്കര ദേഷ്യമായിരിക്കും. നമ്മൾ പറയുന്നത് അനുസരിക്കണമെന്നില്ല. നമ്മൾ അവരെ ശകാരിക്കും, ചിലപ്പോൾ ചെറിയ രീതിയിലൊക്കെ തല്ലി എന്ന് വരും. പക്ഷെ ഞാനിവിടെ പറയാൻ പോകുന്നത്, നമ്മളുടെ കുട്ടികളെ ഒരിക്കലും ശകാരിക്കാൻ പോലും പാടില്ലാത്ത 5 സമയങ്ങളാണ്. ഒന്നാമത്തെ സമയം, ഉറക്കമുണർന്ന ഉടനെ ഒരു ദിവസത്തിലേക്ക് കുട്ടി കടന്നു വരികയാണ്. രാവിലെ തന്നെ അവൻ കേൾക്കുന്നത് ചീത്ത വാക്കുകളാണെങ്കിൽ ആ ദിവസം അവളെ അത് നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ സമയം, നമ്മുടെ കുട്ടിയെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് ചീത്തയൊക്കെ വിളിച്ച്, ആ സമയം ഒരു കലപില സമയമാണ്, പക്ഷേ നമ്മൾ കൺട്രോൾ ചെയ്തേ പറ്റും. കുട്ടിയെ ചീത്ത പറയാതെ, ദേഷ്യപ്പെടാതെ നല്ല രീതിയിൽ അവളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുക. മൂന്നാമത്തെ സമയം, സ്കൂളിൽ നിന്ന് വരുന്ന സമയമാണ്. വരുന്ന സമയത്തും കുട്ടി പല ഫ്ലക്ച്വേഷൻസിലൂടെ കടന്നു പോവുക. പല വികാരങ്ങളും അവൾക്ക് പ്രകടിപ്പിക്കാനുണ്ടാവും. വന്ന ഉടനെ ഷൗട്ട് ചെയ്യാതെ ആശ്വസിപ്പിച്ച്, നല്ല കാര്യങ്ങളൊക്കെ ചോദിച്ച് സന്തോഷിപ്പിച്ച്, കുടിക്കാൻ വെള്ളം, കഴിക്കാൻ ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞ ശേഷം കാര്യത്തിലേക്കൊക്കെ കിടക്കുക, ദേഷ്യം ഉണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും വിഷയങ്ങളിൽ. നാലാമത്തെ ഒരു സമയം, ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം. കുട്ടിയെ നമ്മൾ ദേഷ്യം പറഞ്ഞാൽ, ചീത്ത വിളിച്ചാൽ, ആ ഒരു നെഗറ്റീവ് തോട്ടോടു കൂടിയാണ് കുട്ടി ഉറങ്ങാൻ പോവുക. അതവൻ്റെ ഉറക്കത്തിനെയും ശേഷമുള്ള ജീവിതത്തെ വരെ ബാധിക്കാം. ആ സമയത്ത് നല്ല കൂളായിട്ട് അവരോട് പെരുമാറണം. പിന്നെ ഒരു സമയം, അഞ്ചാമത്തെ സമയം, കുട്ടി ദേഷ്യം പിടിച്ച് വാശി പിടിച്ച് കരയാണ്, ഭയങ്കര കരച്ചു. ആ സമയത്ത് നമ്മളും നമ്മളുടെ ഫ്രസ്ട്രേഷൻ പുറത്തെടുത്താൽ ഒരു കാര്യം ഉണ്ടാവില്ല. ആ സമയത്ത് കുട്ടിയെ കൂളാക്കുക. ശേഷം അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാനുള്ളതൊക്കെ നല്ല രീതിയിൽ പറയാം. അപ്പോൾ ഈ 5 സമയങ്ങൾ വളരെ പ്രധാനമാണ്. ഇതൊക്കെ തിയറിയായിട്ട് പറയാമെന്നേ ഉള്ളൂ കേട്ടോ. പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ പോകുകയാണ്. പക്ഷെ ശ്രമിച്ചാൽ കുറച്ചൊക്കെ നമുക്ക് ഈ വിഷയത്തിൽ അറിവുണ്ടാവുകയും നമ്മൾ ശ്രമിക്കുക കൂടെ ചെയ്താൽ നമുക്ക് വിജയിക്കാൻ പറ്റും. കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും നമുക്ക് മുന്നേറാൻ പറ്റും. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.